ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കലാകാരന്മാർക്ക് സമൂഹത്തിൽ സവിശേഷ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് 2 വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിൽ എത്തി. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് സമൂഹത്തിനാകെ മാതൃകയെന്ന് മന്ത്രി ആർ ബിന്ദു. ദിനാചരണം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ നാളെ മുതൽ വിതരണം ചെയ്യും. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. കലാകാരന്മാർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലളിതകലാ അക്കാദമി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 64ാമത് ദേശീയ കലാപ്രദർശനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ കലാസംസ്കാരത്തെ സമ്പന്നമാക്കാൻ കലാസൃഷ്ടികൾക്ക് സാധിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 നാളെ മുതൽ ഈ മാസം 28 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 100ലേറെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്ത് 2 വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദീപാവലി ഛഠ് ഉത്സവങ്ങളോടനുബന്ധിച്ച് 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടുത്ത മാസം 1 മുതൽ നവംബർ 15 വരെ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിൽ എത്തി. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ കുട്ടനാട് സന്ദർശനത്തിന് മുന്നോടിയായാണ് 7-അംഗ വിദഗ്ധ സംഘം എത്തിയത്. ചേർത്തല അന്ധകാരനഴി സന്ദർശിച്ച സംഘം നിലവിൽ കുട്ടനാട് സന്ദർശിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് വിദഗ്ധ സംഘം മങ്കൊമ്പിൽ എത്തും. വിവിധ പാടശേഖരങ്ങൾ സന്ദർശിച്ച ശേഷം കർഷകരുമായി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ചർച്ച നടത്തും. ശേഷം അപ്പർ കുട്ടനാട് പ്രദേശങ്ങൾ സന്ദർശിക്കും. സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാനത്ത് നാളെ മുതൽ വിതരണം ചെയ്യും. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. ജയിൽ വകുപ്പിലെ 101 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. തിരുവനന്തപുരം പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും. സംസ്ഥാനത്ത് അവശ്യഘട്ടങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്ന് മന്ത്രി ആർ ബിന്ദു. സമൂഹത്തിനുവേണ്ടി യുവതീ യുവാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് NSSന്റെ പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ NSS ദിനാചരണവും മാനസഗ്രാമം പ്രഖ്യാപനവും പക്ഷിവനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ കല്ലുമ്മേക്കായ കടൽ മത്സ്യ വിത്തുൽപാദന ഹാച്ചറി കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിൽ ഒരുങ്ങുന്നു. പ്രതിവർഷം 50 ലക്ഷം കടൽ മത്സ്യക്കുഞ്ഞുങ്ങളും 50 ലക്ഷം കല്ലുമ്മക്കായ വിത്തുമാണ് ഉൽപ്പാദിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കല്ലുമ്മേക്കായുടെ വിത്തുൽപാദനത്തിന് ആവശ്യമായ മോഡുലാർ ഹാച്ചറി സൌകര്യങ്ങളും കടൽ മത്സ്യങ്ങളുടെ വിത്തുൽപാദനത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ ലൈവ് ഫീഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയും ഹാച്ചറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള മത്സ്യവിത്തിന്റെ ലഭ്യത കർഷകർക്ക് ഉറപ്പുവരുത്തുന്നതിനും വിത്തുൽപാദന കേന്ദ്രത്തിലൂടെ സാധിക്കും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ശാസ്ത്രീയ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയാണ് ഗുണനിലവാരമുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് അടുത്ത മാസം 13 മുതൽ 21 വരെ നിശ്ചിത തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി ഇന്നലെ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. ത്രിതല പഞ്ചായത്തുകളുടെ വാർഡ് സംവരണം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കാൻ ജില്ലാ കളക്ടർമാരെയാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ സെമി കണ്ടക്ടർ മിഷനിലൂടെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. 2021 ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. ആധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ തലച്ചോറായ സെമി കണ്ടക്ടർ ചിപ്പുകളെ ഡിജിറ്റൽ ഡയമണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. सेमीकंडक्टर से जुड़े एक्सपर्ट्स हैं. 40-50 से ज्यादा देशों का यहाँ रिप्रेजेंटेशन है और भारत की इनोवेशन और यूथ पावर भी यहाँ नजर आ रही है. और ये जो कॉम्बिनेशन बना है, സെമി കണ്ടക്ടർ ഡിസ്പ്ലേ നിർമ്മാണത്തിന് 50% വരെ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് സെമി കണ്ടക്ടർ മിഷൻ 76,000 കോടി രൂപയുടെ സെമികോൺ ഇന്ത്യ പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ് മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മറ്റന്നാൾ വരെ പങ്കുവയ്ക്കാം. സൌദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ബിൻ മുഹമ്മദ് അൽ ഷെയ്ഖിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ദുഃഖാർദ്രമായ നിമിഷത്തിൽ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നവരാത്രിയുടെ 3ാം ദിവസമായ ഇന്ന് ഭക്തർ ദേവി ചന്ദ്രഘണ്ഠയെ ആദരിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന്റെ ഭാഗമായി തിരുവനന്തപുരം വെള്ളനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്കും ഗർഭിണികൾക്കുമുള്ള ആരോഗ്യ പരിശോധനകളും നടന്നു. അർബുദ രോഗ നിർണയം, പൊതുവായ ശാരീരിക പരിശോധന, പ്രതിരോധ കുത്തിവയ്പ്, സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷനുകൾ എന്നിവയും സംഘടിപ്പിച്ചു. പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ആരോഗ്യമേഖലയിൽ സർക്കാർ ഗണ്യമായ നികുതി ഇളവുകളാണ് വരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കി. ക്യാൻസർ, ഗുരുതരമായ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളുടെ നികുതി 12% നിന്ന് 5% കുറച്ചു. ഇടുക്കി ജില്ലയിലെ 26 കുടുംബശ്രീ CDSകൾക്ക് ISO അംഗീകാരം ലഭിച്ചു. പ്രവർത്തനങ്ങളിൽ മികവ് ഉറപ്പാക്കുന്നതിനുള്ള QMS മാനദണ്ഡങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനാണ് നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഫയൽ പരിപാലനം, സാമ്പത്തിക ഇടപാടുകളും രജിസ്റ്ററുകളും സൂക്ഷിക്കുന്നതിലെ കൃത്യത, അയൽക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തൽ, കാര്യക്ഷമമായ അക്കൌണ്ടിംഗ് സംവിധാനം, ഇന്റേണൽ ഓഡിറ്റിംഗ് എന്നിവയാണ് CDSകൾക്ക് ഈ അംഗീകാരം ലഭിക്കാൻ പ്രധാന കാരണം. പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ ഗുണമേന്മ ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംതൃപ്തിയോടെയുള്ള സേവനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാന് 5 വിക്കറ്റ് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക മുന്നോട്ട് വച്ച 134 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 18 ഓവറിൽ ലക്ഷ്യം നേടി. ഇന്ന് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ത്രിദിന ബോധവൽക്കരണ പരിപാടിക്ക് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺ ഹാളിൽ തുടക്കമായി. പോഷകമാസാചരണം, ശുചിത്വമാണ് സേവനം എന്നീ ക്യാമ്പയിനുകൾക്ക് പ്രാധാന്യം നൽകിയാണ് ബോധവൽക്കരണം നടത്തുന്നത്. സംയോജിത ശിശുവികസന വകുപ്പിന്റെ അടിമാലി മെയിൻ, അടിമാലി അഡീഷണൽ യൂണിറ്റുകളുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണ പരിപാടി മറ്റന്നാൾ സമാപിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പത്തനംതിട്ട ജില്ലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് സംഘടിപ്പിക്കുന്നു. ശില്പശാല ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത കർശനമാക്കി തൃശൂർ ജില്ലാ ഭരണകൂടം. ജാഗ്രതാ നടപടികളുടെ ഭാഗമായി തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളങ്ങളിലുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിൽ ഇല്ലെന്നും രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും ജില്ലാ കളക്ടർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കലാകാരന്മാർക്ക് സമൂഹത്തിൽ സവിശേഷ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിൽ എത്തി. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് സമൂഹത്തിനാകെ മാതൃകയെന്ന് മന്ത്രി ആർ ബിന്ദു. ദിനാചരണം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ നാളെ മുതൽ വിതരണം ചെയ്യും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.